വിശദമായ വാർത്തയിലേക്ക്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ ക്രമക്കേട് കണ്ടാൽ മേൽനോട്ട സമിതിക്ക് ഇടപെടണമെന്ന് സുപ്രീംകോടതി. സുപ്രീംകോടതി ഉത്തരവ് ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് ഉത്തരവിൽ പറയുന്നത്? വിവരങ്ങൾ. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ക്രമക്കേട് കണ്ടാൽ മേൽനോട്ട സമിതി ഇടപെടണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കെ.പി. അഭിലാഷ് വീണ്ടും ചേരുന്നു. അഭിലാഷ്, എന്താണ് ഉത്തരവിലുള്ളത്? ധന്യ, സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ ക്രമക്കേട് കണ്ടാൽ മേൽനോട്ട സമിതിക്ക് സ്വമേധയാ ഇടപെടാം എന്ന ഹൈക്കോടതി ഉത്തരവാണ് ഇപ്പോൾ സുപ്രീംകോടതി ശരിവെച്ചിട്ടുള്ളത്. ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കരുണ മെഡിക്കൽ കോളേജ് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മേൽനോട്ട സമിതി ഏകപക്ഷീയമായാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നും മാനേജ്മെന്റുകളെ പറയാൻ അനുവദിക്കുന്നില്ല എന്നുമുള്ള വിമർശനമായിരുന്നു സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഉന്നയിച്ചത്. എന്നാൽ ഇത്തരം നിലപാടുകളെല്ലാം തന്നെ ഇപ്പോൾ സുപ്രീംകോടതിയും തള്ളിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഹൈക്കോടതി മേൽനോട്ട സമിതിക്ക് വിദ്യാർത്ഥി പ്രവേശനത്തിൽ ക്രമക്കേട് കണ്ടാൽ ഇടപെടാം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കരുണ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സ്വാശ്രയ മാനേജ്മെന്റുകൾ ഈ ഹർജി നൽകിയിട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതി ഉത്തരവിനെ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തന്നെയാണ്. ശരി, നന്ദി അഭിലാഷ്. കിഫ്ബി വിവാദത്തിൽ സിഎജിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നത് സാഡിസ്റ്റ് മനോഭാവമുള്ളവരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ ഒരിഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കില്ല. അല്പം പുറകോട്ട് പോയാലും ഇവർക്ക് സന്തോഷമാണ്. എങ്കിലും തുടക്കം കുറിച്ചത് ഒന്നും മുടക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചാൻസലേഴ്സ് അവാർഡ് ദാന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. കേരളം ഇന്ന് നിൽക്കുന്നിടത്ത് നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ പാടില്ല. ലേശം പുറകോട്ട് പോയാൽ വലിയ ആശ്വാസം, സന്തോഷം. ഈ ഒരു സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരു കൂട്ടര്, ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തുടക്കം കുറിച്ചതിനൊന്നും മുടക്കമുണ്ടാകുമെന്ന് കാണേണ്ടതില്ല. അത് അതിൻ്റെതായ വഴിക്ക് തന്നെ പോകും. സിഎജിയുടെ പ്രത്യേക റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും വ്യക്തമാക്കി. ഓഡിറ്റിംഗിന്റെ ഭാഗമായി സിഎജി സംശയങ്ങൾ ചോദിച്ചിരുന്നു. സിഎജിയുടെ നീക്കങ്ങൾ സംശയകരമാണ്. നടപടിക്രമങ്ങൾ പാലിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഇതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഇപ്പൊ തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സിഎജി പറഞ്ഞ ചില പരാമർശങ്ങളെ സംബന്ധിച്ച് നിയമസഭ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പൊ നിയമസഭയുടെ മുന്നിലുണ്ട്. പ്രളയത്തെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പെർഫോമൻസ് ഓഡിറ്റാണല്ലോ നടത്തുക. ഇത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ പരിശോധിക്കണം. അതുപോലെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട പ്രൊസീജിയർ അനുസരിച്ച് വരട്ടെ. അല്ലാതെ ആ പ്രൊസീജിയർ അനുസരിച്ചല്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ പേരിൽ അങ്ങനെ വിവാദം ഉണ്ടാക്കുന്നത് ഗുണമല്ല. കാര്യം കേരളത്തിന്റെ പൊതു താൽപര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, എല്ലാ നിയമപരമായ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. സംസ്ഥാന സർക്കാരിന്റെ വിമർശനങ്ങൾക്കിടെ സിഎജിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പ്രവർത്തനമാണ് ഓഡിറ്റ് വകുപ്പ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി. നിശ്ചയദാർഢ്യവും കൃത്യതയും സൂക്ഷ്മതയും പുലർത്തുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് സിഎജി. മുമ്പ് സിഎജിയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയെന്നും ഡൽഹിയിൽ ഓഡിറ്റ് ദിവസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനം വൻ കടക്കെണിയിൽപ്പെട്ടിരിക്കുമ്പോഴാണ് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെയാണ് പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാറിലെ മരംമുറി നടപടി ജനതാൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രിയുടെ മൌനം കുറ്റസമ്മതമാണെന്നും വി.ഡി. സതീശൻ. വരാനിരിക്കുന്ന തലമുറകളുടെ തലയിൽ പോലും വലിയ കടബാധ്യതകൾ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോഴാണ് സർക്കാർ 1,24,000 കോടി രൂപ മുടക്കി സിൽവർ ലൈൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേരളത്തിൽ. സിൽവർ ലൈൻ കേരളത്തിന്റെ പ്രയോറിറ്റിയാണ്. ഈ അശാസ്ത്രീയവും അപ്രായോഗികവുമായ പദ്ധതിയെ ഞങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള വാദത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന, ദുർബലമാക്കുന്ന ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തു.
മന്ത്രിമാര് പറയുന്നു ഞങ്ങൾ ഇരുട്ടിൽ നിൽക്കുക. മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം പാലിക്കുന്നു. കാരണം കുറ്റസമ്മതമാണ്. കാർ അപകടത്തിൽ മോഡലുകൾ മരിച്ച സംഭവത്തിൽ ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെ പോലീസ് ചോദ്യം ചെയ്തു. ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കിൽ നിന്ന് ദുരൂഹമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വൈ നിസാമുദ്ദീൻ പറഞ്ഞു. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ധന്യ, നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് ജെ വയലാട്ടിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്നാണ് അല്പസമയം മുമ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ വൈ നിസാമുദ്ദീൻ പറഞ്ഞത്. അദ്ദേഹം ചോദ്യം ചെയ്യൽ പൂർത്തിയായ അതിന്റെ വിശദാംശങ്ങൾ ഐജിക്കും DCPക്കും സമർപ്പിക്കുന്നതിന് അവരുമായി കൂടിയാലോചന നടത്തുന്നതിനുമായാണ് അല്പം മുൻപ് അസിസ്റ്റന്റ് കമ്മീഷണറും അന്വേഷണ ഉദ്യോഗസ്ഥനായ അനന്തലാലും ഇവിടെ നിന്ന് പോയത്. ഇതിൽ പ്രധാനമായും ഇന്ന് അറിയേണ്ടിരുന്ന നേരത്തെ ഇതിൻ്റെ ഹാർഡ് ഡിസ്കുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ, DVR, ഇതിൻ്റെ അന്വേഷണത്തിൽ പ്രധാനമായും അന്ന് പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടെത്താനായിരുന്നില്ല. ആ ഹാർഡ് ഡിസ്കുകൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ അത് അവിടെ കാണാനില്ല എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഹാർഡ് ഡിസ്കുകൾ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു. ഇത് പരിശോധിച്ച ശേഷം ഇതിൽ മറ്റ് ദുരൂഹമായി ഒന്നുമില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയതെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇതിൽ പോലീസ് അന്വേഷിക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളൊരു വാക്കുതർക്കങ്ങളോ മറ്റിടപെടലുകളോ പാർട്ടി ഹാളിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചിരുന്നു. അത്തരത്തിൽ ഒന്നും ദുരൂഹമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് മോഡലുകളുടെ മരണമെന്നത് അമിത വേഗതയിൽ പോയ വാഹനാപകടത്തെ തുടർന്നാണ് എന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഡ്രൈവർ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയുണ്ടായി, അതേ തുടർന്നുണ്ടായ ഒരു അപകടം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്ന ആ ഒരു നിഗമനത്തിലേക്കാണ് പോകുന്നത്. മറ്റൊരു കാർ ഇവർ മോഡലുകളുടെ കാറിനെ പിന്തുടർന്ന സംഭവം, ഇവർ മദ്യപിച്ചിരുന്ന ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2 തവണ അദ്ദേഹം ഇതിൽ ഇടപെട്ട് സംസാരിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നു. അതിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയായിരുന്നു ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് കഴിഞ്ഞ 2 തവണ വിളിപ്പിച്ചിട്ടും എത്താതിരുന്ന ഇതിന് ഹോട്ടൽ ഉടമയെ ഇന്നിപ്പോൾ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയത്. ഏതാണ്ട് 7 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നിരുന്നു. ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് പോലീസ് ഏതാണ്ട് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങളുമായി അല്പസമയം IGയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറും കാണുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം ഇവിടെ നിന്ന് തിരിച്ച് എത്തിയ ശേഷമായിരിക്കും. ഇതുവരെയും ഹോട്ടൽ ഉടമ ഇതിൽ നിന്ന് പോലീസ് ഓഫീസിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ പുറത്തു വിടുക. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് എന്തിനു ഒളിപ്പിച്ചു, അതോടൊപ്പം എന്തിനു വേണ്ടി ഒളിപ്പിച്ചു എന്നുള്ള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വൈ നിസാമുദ്ദീന്റെ വാക്കുകൾ കേൾക്കാം. ഒന്നുമില്ല. ഹാർഡ് ഡിസ്ക് കൊറോണായിരുന്നു കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമില്ല, ഞങ്ങൾ പരിശോധിച്ചു, അതിലൊന്നുമില്ല. കൊച്ചി കോർപ്പറേഷനെതിരെ ഹൈക്കോടതി വിമർശനം. നഗരത്തിൽ പലയിടത്തും വഴിവിളക്കുകൾ തെളിയുന്നില്ലെന്നും ഇതുമൂലം അപകടങ്ങൾ പെരുകുന്നുവെന്നും കോടതി പറഞ്ഞു. അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ശേഷം നടപടിയെടുക്കുന്നതിൽ അർത്ഥമില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുമെന്നും കോടതി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഗുരുതരമായ വിഷയത്തിലാണ് കോടതി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായിരിക്കും നടപടിക്രമങ്ങൾ? വിവരങ്ങൾ. തീർച്ചയായും ഏതാണ്ട് 2 ആഴ്ച മുമ്പ് കോടതി സമാനമായ ഒരു ഹർജി പരിഗണിച്ചിരുന്നു. കൊച്ചി നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയുന്നില്ല, ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന് കോർപ്പറേഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം നൽകിയ ശേഷവും ഒരു തരത്തിലുള്ള നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. താൻ മാർദ്ദവമുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് വളരെ കർശനമായി തന്നെ ഇനി നിലപാടെടുക്കേണ്ടി വരും എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. GCDA സ്റ്റേഡിയം റോഡിൽ പോലും വഴിവിളക്കുകൾ തെളിയുന്നില്ല. താൻ പലയിടങ്ങളിൽ നേരിട്ട് പോയി പരിശോധിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അപകടങ്ങൾ കൊച്ചി നഗരത്തിൽ പെരുകുകയാണ്. വെളിച്ചക്കുറവാണ് ഇതിൽ പല അപകടങ്ങൾക്കും കാരണം. ഈ കേബിളിങ്ങിനായി കുഴിച്ച കുഴികളും മറ്റും വെളിച്ചക്കുറവുള്ള സാഹചര്യത്തിൽ ആളുകൾ അവിടേക്ക് വന്ന് വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഒപ്പം സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരമായ കൊച്ചിയിൽ വഴിവിളക്കുകൾ തെളിയുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ തനിക്ക് നാണക്കേടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഈ നടപടി അടുത്ത ദിവസം തന്നെ കൈക്കൊണ്ടില്ലെങ്കിൽ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ധന്യ. ശരി, നന്ദി അനീഷ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്രതിയുടെ വീട്ടിൽ വിവാഹത്തിന് പോയ വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി ബിന്ദു. സഹപ്രവർത്തകയുടെ മകന്റെ കല്യാണത്തിനാണ് പോയത്. 20 വർഷമായി ലതാചന്ദ്രനെ തനിക്കറിയാം. പഠിപ്പിച്ച കുട്ടിയുടെ വിവാഹമായിരുന്നു. വധുവിന്റെ അമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് കരുതി അതുതന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും മന്ത്രി വിശദീകരിച്ചു.
പാർട്ടി കുടുംബത്തിലെ ഒരു കല്യാണത്തിന്, ഒരു പ്രണയ വിവാഹത്തിന്, ഇന്റർകാസ്റ്റ് മാരേജിന്, അതും എൻ്റെ വിദ്യാർത്ഥിയും കൂടിയാണ് ആ കുട്ടി. വരൻ്റെ അമ്മയുമായിട്ട് ദീർഘകാലത്തെ സൗഹൃദമാണ് എനിക്കുള്ളത്. വധുവിൻ്റെ അമ്മ ഏതോ കേസിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കതിന് പോകാതിരിക്കാൻ കഴിയില്ല. ഈ വധുവൊക്കെ വളരെ നിസ്സഹായമായിട്ടുള്ള ഒരു പാവപ്പെട്ട കുട്ടിയാണ്. അതിസാധാരണമായ ഒരു കല്യാണമാണ്. ഒരു സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലെ ഒരു കല്യാണമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. തുടങ്ങി തീർത്ഥാടന കാലം. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം. പുലർച്ചെ മുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. നട തുറന്ന ആദ്യ മണിക്കൂറുകളിൽ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ടു. കാലാവസ്ഥ അനുകൂലമായാൽ പമ്പാസ്നാനം അനുവദിക്കുമെന്നും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചാൽ പരമ്പരാഗത കാനനപാതയിലൂടെ മടക്കയാത്ര അനുവദിക്കുമെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വലഞ്ഞ് തീർത്ഥാടകർ. പമ്പയിലും സന്നിധാനത്തും ആവശ്യത്തിന് ശൌചാലയങ്ങളോ കുടിവെള്ളമോ ഇല്ല. ആവശ്യത്തിന് ഹോട്ടലുകളില്ലാത്തതിനാൽ ഭക്ഷണത്തിന് പോലും തീർത്ഥാടകർ ബുദ്ധിമുട്ടുന്നു. പമ്പയിൽ 4 ശൌചാലയ സമുച്ചയങ്ങളിൽ 1 മാത്രമാണ് തുറന്നത്. പമ്പയിൽ നിന്ന് സരോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ട്. ശബരിമല തീർത്ഥാടനത്തിന്റെ എല്ലാവിധ മുന്നൊരുക്കവും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അവകാശവാദം. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പമ്പയിലെത്തുന്ന തീർത്ഥാടകർ വലയുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയിലാണ്. ഇവിടെ 4ഓളം ടോയ്ലറ്റ് സമുച്ചയങ്ങളാണ് ഉള്ളത്. ഇതിൽ 3 പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. 1 വനിതകൾക്കുള്ള പ്രത്യേക ശൗചാലയമാണ്. എന്നാൽ അതും അടഞ്ഞു കിടക്കുകയാണ്. ഇതിൽ 1 മാത്രമാണ് തുറന്നു നൽകിയിട്ടുള്ളത്. അവിടെയാണെങ്കിൽ തീർത്ഥാടകരുടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. പോവാൻ നോക്കിയപ്പോഴൊന്നും അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ ഇതൊക്കെ അടച്ചിട്ട് കിടക്കായിരുന്നു. അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ദേവസ്വം ബോർഡും അതിൻ്റെ മേൽപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്തു തരണമെന്ന് പറയും. സാധാരണ തീർത്ഥാടന കാലത്ത് ലക്ഷങ്ങൾ വാടകയായി വാങ്ങിയാണ് ഈ ശൗചാലയങ്ങളുടെ നടത്തിപ്പ് ദേവസ്വം ബോർഡ് കൈമാറുന്നത്. എന്നാൽ ഈ തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർ വളരെ കുറവായതുകൊണ്ട് തന്നെ പഴയ തുക തന്നെയാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ ആരും മുൻപോട്ട് വരാൻ തയ്യാറായില്ല. ഇതുമൂലം ഈ ടോയ്ലറ്റ് സമുച്ചയങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ മാത്രമാണ് ഒരു ശൗചാലയം തീർത്ഥാടകർക്കായി തുറന്നു നൽകിയിട്ടുള്ളത്. ഇടത്താവളമായ ചാലക്കയത്തും തീർത്ഥാടകർ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിലയ്ക്ക് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അവിടെയുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് എല്ലാം നിശ്ചലമാണ്. പിന്നെ വെളിയിലുള്ള എല്ലാം വൃത്തികേടായി കിടക്കുന്നു. പിന്നെ റോഡുകളെല്ലാം ചെളിക്കുഴികൾ. പമ്പയിലെയും ചാലക്കയത്തെയും ഇടത്താവളങ്ങളുടെ ശൗചാലയങ്ങളുടെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ പമ്പയിലെ ഹോട്ടലുകളുടെ അവസ്ഥയും പരമദയനീയം തന്നെയാണ്. ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. വലിയ തുകയ്ക്ക് ഹോട്ടലുകൾ എടുത്ത് നടത്തുവാൻ വ്യാപാരികൾ തയ്യാറാവാത്തതുകൊണ്ട് തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഭക്ഷണം പോലും കിട്ടാതെ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ സന്നിധാനത്തുനിന്ന് മണ്ഡപത്തിന് കിട്ടി. ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് അറിയാതെ നടക്കുകയാണ്. ഇനി വല്ല അന്നദാനം കിട്ടുമോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് നടക്കാണ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ശരിയായിരിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും പമ്പയിലെയും ഇടത്താവളങ്ങളിലെയും അവസ്ഥ ഇതൊക്കെയാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 പമ്പ. മഴ കുറഞ്ഞിട്ടും ദുരിതം തീരാതെ തെക്കൻ കേരളം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത കാറ്റിലും മഴയിലും ഒരു മാസത്തിനിടെ 548 ലക്ഷം രൂപയുടെ കൃഷിനാശം. നവംബർ 10 മുതൽ നവംബർ 15 വരെയുള്ള കണക്കാണിത്. 62,991 ഹെക്ടർ കൃഷി നശിച്ചു. 12 വീടുകൾ പൂർണ്ണമായും 229 വീടുകൾ ഭാഗികമായും തകർന്നു. 5 പേർക്ക് ജീവൻ നഷ്ടമായതായും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പാലക്കാട് മമ്പറത്ത് RSS പ്രവർത്തകനെ കൊലപ്പെടുത്തി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും കേസ് NIAക്ക് കൈമാറണമെന്നും
ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. സഞ്ജിത്തിനെ 5 പേർ ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്ന് ദൃക്സാക്ഷിയായ ഭാര്യ അർഷിക പറഞ്ഞു. പാലക്കാട് കണ്ണന്നൂരിൽ ഉപേക്ഷിക്കപ്പെട്ട വടിവാളുകൾ കണ്ടെടുത്തു. പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ കണ്ണന്നൂരിലെ സർവീസ് റോഡിൽ നിന്നാണ് 4 വടിവാളുകൾ ലഭിച്ചത്. നാട്ടുകാരാണ് ചാക്കിൽ പൊതിഞ്ഞ ആയുധങ്ങൾ കണ്ടെത്തിയ വിവരം പോലീസിൽ അറിയിക്കുന്നത്. ഒരു വടിവാളിൽ രക്തക്കറയുണ്ടായിരുന്നു. മറ്റൊരു വടിവാളിൽ മുടിയിഴയും കണ്ടെത്തി. RSS പ്രാദേശിക നേതാവ് സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാണോ ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്തെ സേനാ മെഡലുകൾ വിതരണം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെഡലുകൾ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ എന്നിവയാണ് വിതരണം ചെയ്തത്. പോലീസ് സേനയിലേക്ക് എത്തുന്ന സാങ്കേതിക വൈദഗ്ധ്യം നേടിയ യുവാക്കളുടെ കഴിവുകൾ ഉപയോഗിക്കാൻ സേനയ്ക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി. 26ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഫെബ്രുവരിയിൽ നടക്കും. ഫെബ്രുവരി 4 മുതൽ 11 വരെയാണ് മേള. തിരുവനന്തപുരത്തെ 12ഓളം തിയേറ്ററുകളിലായാണ് IFFK നടക്കുക. കഴിഞ്ഞ വർഷം 4 നഗരങ്ങളിൽ മേള സംഘടിപ്പിച്ചതിനെതിരെ വിമർശനമുയർന്നിരുന്നു. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള ഡിസംബർ 9 മുതൽ 14 വരെ തിരുവനന്തപുരം ഏരീസ് പ്ലെക്സ് SL തിയേറ്റർ കോംപ്ലക്സിലെ 4 സ്ക്രീനുകളിൽ നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും മേളകൾ സംഘടിപ്പിക്കുക. രാജ്യത്തെ ഏറ്റവും ശുചിയായ നഗരങ്ങളിൽ ഒന്നെന്ന് പേരുകേട്ട ഇൻഡോർ രാജ്യത്തെ ആദ്യ വാട്ടർ പ്ലസ് നഗരവുമായിരിക്കുകയാണ്. ഈ നേട്ടത്തിലേക്കുള്ള പ്രയത്നങ്ങൾ അത്ര ലളിതമായിരുന്നില്ല. ഇൻഡോർ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. നെറ്റ്വർക്ക് 18 ഹാപ്പിക് മിഷൻ പാനി ക്യാമ്പയിൻ. When our Honorable Prime Minister started Swachh Bharat Mission way back in 2014, so various elements were taken. Initially, solid waste management was the bigger part of it. Then every year new things are added up. Water Plus is one highest certification within the Swachh Bharat umbrella. It is given to the city where you don't see, I use the word see, the black or grey water. That is, no sewerage is flowing in the open. So Indore Nagar Nigam also started this work. It is almost, you can say, work of last 3, 4, 5 years, because laying thousands of kilometers of primary and secondary sewer lines in whole of the cities, and then attaching individual toilets or community toilets or public urinals to that line so that no sewerage comes in the open is a very big task, and it gives a matter of pride that Indore is the city that is the only city which has been given this Water Plus award. नागरिकों को समझाना या परसुएट करना कि वो अपने व्यक्तिगत या कम्युनिटी टॉयलेट्स को इससे जोड़े. 1, खुले में शौच की प्रथा बंद हो. 2, और इंदौर के स्वच्छ भारत कैंपेन आप देखेंगे पिछले 5 सालों से सस्टेन होने का सबसे बड़ा कारण है कि ये यहाँ के जनमानस की एक तरह से सोच का पार्ट हो गया. तभी इंदौर स्वच्छ भारत में हर बार प्रथम आता है. उससे क्या है कि यहाँ लोग डिमांड करते हैं. दे डिमांड सफाई, दे डिमांड एवरीथिंग, एंड देन दे सपोर्ट. स्वच्छता और पानी, पानी हमको बचानी है ये जिंदगानी. ഇന്ത്യയുടെ സ്വന്തം ഷോർട്ട് വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷനായ ചിങ്കാരി ശ്രദ്ധേയമാകുന്നു. ചിങ്കാരിക്കൊപ്പം പുറത്തിറക്കിയ ഗാരി സോഷ്യൽ ടോക്കണും ഏറെ പേരെയാണ് ആകർഷിച്ചിരിക്കുന്നത്. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നതിനൊപ്പം വരുമാനവും കൂടി നൽകുന്നതാണ് ചിങ്കാരി. പ്രതിഫലമായി ലഭിക്കുന്ന ഗാരി ടോക്കണുകൾ ഇൻ ആപ്പ് കറൻസിയായും ഗവേണൻസ് ടോക്കണായും ഉപയോഗിക്കാൻ കഴിയും. ചിങ്കാരി ആപ്പ് ഉപയോഗിക്കുന്നവർ പറയുന്നത് കേൾക്കാം. The fact that content creation is a serious profile has not been looked up with seriousness as of yet, and there are 2 main reasons for it. The first one being unstable content monetization, and the second one being what's next. But because of Gari, there will be an immense stability in monetization and an opportunity to make a sustainable earning. Now we can take a step ahead of local trends and look at content creation with seriousness as a long-term profession. As Gari is based on Solana's blockchains, it will ensure the global worth of our content. So now we can earn in crypto. Isn't that cool?
ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com.